നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബിലും അതുപോലെ തന്നെ തെലങ്കാനയിലും നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ BJP അതിദയനീയമായി പരാജയപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. പല പ്രദേശങ്ങളിലും പേപ്പർ ബാലറ്റ് കൊണ്ടുവന്നാൽ BJPക്ക് വലിയ രീതിയിലുള്ള കനത്ത തിരിച്ചടി ഏൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ പതിയെ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. മോദി മീഡിയകൾ എത്രയൊക്കെ ആ യാഥാർത്ഥ്യം അത് മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും പല സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെയും ഒക്കെ അത് പുറത്തു വരുന്നു, അത് പുറം ലോകം അറിയുന്നു, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ ദിവസങ്ങൾ ഒരുപക്ഷെ അനേകം എടുക്കുമായിരിക്കും, 3-4 ദിവസം അധികമെടുക്കും. എന്നാൽ അവിടുത്തെ ഫലം കൃത്യമാണ്. ഒരു പാർട്ടിക്കും എതിർപ്പുമില്ല. BJPക്ക് എന്തെങ്കിലും എതിർപ്പ് പറയാൻ കഴിയുമോ? പേപ്പർ ബാലറ്റ് സംവിധാനം തെറ്റായിരുന്നു എന്നുള്ളത്. ഓരോരുത്തരും അവരുടെ വോട്ട് ഇന്ന സ്ഥാനാർത്ഥിക്ക് നേരെയാണ് എന്ന രീതിയിൽ ബാലറ്റ് ചിഹ്നം അതിനകത്ത് അനുവദിച്ചിരിക്കുന്നതിൽ ബാലറ്റിൽ അനുവദിച്ചിരിക്കുന്ന ചിഹ്നത്തിന് നേരെ വോട്ട് കുത്തിക്കൊണ്ടാണ് അത് പെട്ടിയിലേക്ക് ഇടുന്നത്. ഇവിടെ സംവിധാനം കൃത്യമായി ദുരുപയോഗം ചെയ്യാൻ ഈ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയും അധികാരം നിലനിർത്താനുള്ള നുണുക്ക് വഴിയായി കാണുന്ന BJP നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാകും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് സംവിധാനം ഉപയോഗിക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ സംയുക്തമായി പറയുന്നത്. അതായത് തമിഴ്നാട്, കേരളം, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ളവർ, മുഖ്യമന്ത്രിമാർ ബാലറ്റ് സംവിധാനത്തിലേക്ക്, അതായത് പേപ്പർ ബാലറ്റിലേക്ക് തിരികെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരണം, അതിൻ്റെ തുടക്കമായിരിക്കണം, അതിലൂടെ മാത്രം മതി എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഒന്നാലോചിക്കണം, അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടതായി ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ്. നമുക്കറിയാം, ദേശീയ ഡീലിമിറ്റേഷൻ നടപടികൾ അത് ദക്ഷിണേന്ത്യയിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുത്തനെ ഇടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ അതിന് വിരുദ്ധമായിട്ടുള്ള, അതിന് എതിരായിട്ടുള്ള ശക്തമായൊരു ക്യാമ്പയിനിങ് നടത്തിയതും അത് BJP നേതൃത്വത്തിന് വലിയ പ്രത്യാഘാതമുണ്ടാക്കിയത്. അതുപോലെ തന്നെയാണ് പേപ്പർ ബാലറ്റ് സംവിധാനം ഈ രാജ്യത്ത് തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിഷ്കർഷിക്കാൻ വേണ്ടി സ്റ്റാലിനടക്കമുള്ള പ്രതിപക്ഷ നേതൃനിരയിലെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കൃത്യമായി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ രീതികളിൽ തന്നെ മാറ്റം വരുത്താൻ തങ്ങൾക്ക് മറ്റ് വഴികളുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്.